മൈൻക്രാഫ്റ്റിൻ്റെ ആവേശം തീരുന്നവരെ ഞാൻ ഈ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒറ്റ ബ്ലോക്കിലാണ്. യെസ് ഗൈസ്, 1 ബ്ലോക്കിലാണ് അപ്പോൾ ഇന്ന് നമ്മളെ ജേർണി തുടങ്ങാനായിട്ട് പോകുന്നത്. എനിക്കറിയത്തില്ല എത്ര നാൾ ഇത് ഞാൻ കോൺസ്റ്റൻ്റായിട്ട് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമെന്ന്. പക്ഷേ എന്താണേലും ഒരു വലിയ പ്ലാനൊക്കെ ഉണ്ട്, ഒരു കിഡ്ലം ബേസൊക്കെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനുണ്ട്. ഐശ്വര്യമായിട്ട് നമുക്ക് ആ ഒരു ബ്ലോക്ക് പൊട്ടിച്ച് തുടങ്ങാം. ദേണ്ട്രാ പോകുന്നു, ഏതൊക്കെയോ ഭാഷയാണ് ഗൈസ്. ഈ മാപ്പ് അയച്ചു തന്ന എൻ്റെ കൂട്ടുകാരനെ ഞാൻ സ്മരിക്കുന്നു. ഇത് ബഗ് ആണല്ലോ, അപ്പോൾ ഞാനിത് പ്രതീക്ഷിച്ച്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ഡേർട്ട് ബ്ലോക്ക് കിട്ടിയാലേ കാര്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡേർട്ട് അല്ലെങ്കിൽ ഗ്രാവിറ്റി ബ്ലോക്ക് അല്ലാത്ത ഏതെങ്കിലും ഒരു സാധനം. ഇത് ഗ്രാവിറ്റി ബ്ലോക്ക് അല്ലല്ലോ, അത് ക്ലേ അല്ലേ? എന്താണേലും എനിക്ക് മറ്റേ സാധനം കിട്ടണം, ഡേർട്ട് കിട്ടിയാലേ കാര്യമുള്ളൂ. അപ്പോൾ ഗൈസ്, എനിക്ക് ഇവിടെ ഒരു ഡേർട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സീൻ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഒരു ഷീപ്പ് ഇവിടെ സ്പോൺ ആയിട്ടുണ്ട് കേട്ടോ. ഷീപ്പിനെ നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല, എന്തായാലും ഞാൻ അടിച്ച് താഴെ ഇടും. ഷീപ്പ് പോയിട്ടുണ്ട് താഴെ. ഈ പന്നീനെ നമുക്കിപ്പോൾ ആവശ്യമില്ല. ഇത് കുറേ സ്പോൺ ആവുമെന്നാണ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്. അവനാണ് മാപ്പ് അയച്ചു തന്നെ കേട്ടോ. അതുകൊണ്ടാണ് ഇത് വേറെ ഏതോ ഭാഷ, ഇവൻ ഏതോ ഒരു ഭാഷയിലാണ് എനിക്ക് അയച്ചു തന്നേക്കുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ല, ഏതോ ഒരു മാപ്പാണ്. അതുകൊണ്ട് എനിക്ക് ഇത് വായിക്കാൻ മനസ്സിലാവുന്നില്ല എന്താണ് സംഭവം എന്ന്. അതുകൊണ്ട് ഒരു ഊഹത്തിന് വെച്ചെങ്കിൽ നമുക്ക് കളിച്ച് പോകാം ഗൈസ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കും. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ലല്ലോ. അപ്പോൾ എന്തായാലും ഇത് പൊട്ടിച്ച് നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് പോവാം. ഇല്ലെങ്കിൽ ഇവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആവും. എന്താണേലും നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം, കാരണം കുറേ ബോബ് ഇവിടെ സ്പോൺ ആവും കുറച്ച് സമയത്തിനുള്ളിൽ. ഇപ്പം തന്നെ ഒരു കോഴി സ്പോൺ ആയിട്ടുണ്ട്. അവനെയൊക്കെ നമുക്ക് താഴോട്ട് അടിച്ച് വിടാം, സീനില്ല. അവനൊന്നും നമുക്ക് ഇപ്പം ആവശ്യമില്ല, കാരണം കുറേ സ്പോൺ ആവും. നമുക്ക് എന്നിട്ട് അവസാനം ഒരു ഫെൻസിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ട് പിന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ, കുറേയേറെ മോബ് സ്പോൺ ആവുന്നതുകൊണ്ട് ഞാൻ ആലോചിക്കുകയാണ് ഇവിടെ എക്സ്പാൻഡ് ചെയ്താലോ, ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം ഗൈസ്. ഓക്കെ, നമ്മളപ്പോൾ ഡേർട്ട് വെച്ച് ചെറുതായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് വുഡിൻ്റെ പ്ലാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ, പ്ലാങ്ക് അല്ലല്ലോ, ലോഗ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്ലാബ് ഉണ്ടാക്കിയിട്ട് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ എൻ്റെ കോളർ മൈക്ക് എടുത്ത് എൻ്റെ വായിൻ്റെ അകത്ത് വെച്ചാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അതുകൊണ്ട് സൗണ്ട് ഭയങ്കര ശോകമായിരുന്നു കേട്ട് നോക്കിയപ്പോൾ. അതെന്തായാലും നിങ്ങൾ കുറച്ച് സഹിച്ചാൽ മതി, കുറച്ചേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇവന്മാരെയൊക്കെ ഒന്ന് കയറ്റിയിടാനായിട്ട് ചെറിയൊരു ഫെൻസ് സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. ഫെൻസ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവന്മാർ ഓരോരുത്തരെയായിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറ്റി വിടാം. ഓക്കെ, എന്തെങ്കിലും ഇപ്പോൾ വീറ്റില്ല, അല്ലെങ്കിൽ വീറ്റുണ്ടായിരുന്നെങ്കിൽ ഈ ഷീപ്പൊക്കെ നമ്മുടെ അടുത്തോട്ട് വന്നേനെ. വീറ്റൊന്നും ഇല്ല. പിന്നെ നമുക്ക് ആ കിട്ടുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ സീഡാണ്. അതുകൊണ്ട് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ മാത്രമേ അകത്തോട്ട് കയറ്റാൻ പറ്റത്തുള്ളൂ. അവന്മാരാണെങ്കിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, താഴേക്ക് എടുത്ത് ചാടി. ഇതേ പോകുന്നു 2 എണ്ണം. എന്ത് ചെയ്യാനാന്ന് പറ. ഓക്കെ, എനിക്ക് എന്തായാലും നമ്മളിപ്പോൾ ഒരു ഫെൻസ് സെറ്റപ്പ് ചെയ്തില്ലെങ്കിൽ കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇവന്മാർ ഭയങ്കര അലമ്പാണ് കേട്ടോ. ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കയറി നടുക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഉണ്ടല്ലോ ഈ ഷെയ്ഡർ എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ, കാരണം കുറച്ച് കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ ഒരു ഷെയ്ഡറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫെൻസ് ഒന്ന് സെറ്റപ്പ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഫെൻസ് അത്യാവശ്യം വലുതല്ല, എന്നാലും അത്യാവശ്യം ഇപ്പം ആവശ്യമുള്ള രീതിയിലൊരു ഫെൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഒരു കോഴിക്കുഞ്ഞാണെങ്കിൽ അനുസരണയുള്ള കോഴിക്കുഞ്ഞ് അകത്ത് കയറിയിട്ടുമുണ്ട്. അപ്പോൾ എന്താണേലും കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ അടച്ചിട്ട് പുറത്തുനിന്ന് ഒരു ഡേർട്ട് ബ്ലോക്ക് വെച്ച് കൊടുത്താൽ അവന്മാർ ചാടി അകത്ത് കയറിക്കോളും. ഓക്കെ, ഡേർട്ട് ബ്ലോക്ക് ഒന്നും ഇല്ല, അപ്പോൾ പംകിൻ വെച്ച് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. വിവരമുള്ളവന്മാരാണെങ്കിൽ ചാടി അകത്ത് കയറിക്കോളും. ഓക്കെ, നമുക്ക് ആ ബ്ലോക്ക് പൊട്ടിക്കേണ്ട ബ്ലോക്കിൻ്റെ മേളിലാണ് നമ്മൾ പംകിൻ എടുത്ത് വെച്ച്. കുഴപ്പമില്ല. ഓക്കെ, സൈഡിലായിട്ടൊരു ഡേർട്ട് സെറ്റ് ചെയ്യാം. ആട് അവിടെ നിന്ന്. ഓക്കെ, അവൻ മാറി തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇവന്മാർ കേൾക്കുന്നുണ്ടാവുക, ആർക്കറിയാം. നമുക്ക് ആ തുളയിൽ ഒരു പംകിൻ വെച്ച് അടയ്ക്കാം. എന്നിട്ട് നേരെ വീണ്ടും നമുക്ക് കുഴിച്ച് തുടങ്ങും. ഇതാണ് മെയിൻ. ഇവന്മാരെയൊക്കെ പിന്നെ അകത്ത് കയറ്റിയാലും മതി, ഈ കുഴിക്കലാണ് മെയിൻ പരിപാടി. ഓക്കെ, കുഴിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനൊരു സ്ലാബ് ക്രാഫ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താലോ എന്നൊരു ആലോചന ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ 24 സ്ലാബ് കിട്ടുന്നുണ്ട്. സ്ലാബിൻ്റെ പരിപാടി ലാഭമുള്ള പരിപാടിയാണ്. എനിക്ക് പേടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സ്ലാബ് വെച്ച് ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഭാവിയിൽ ഞാൻ അവിടം വരെ കളിച്ചെത്തുകയാണെങ്കിൽ നെതറിൻ്റെ അകത്തൊന്ന് ബ്ലേസ് എന്നൊക്കെ പറഞ്ഞ സാധനം സ്പോണാവും. അവന്മാർ വന്ന് എന്നെ നല്ല രീതിക്ക് പണി വിടും. ബേസൊക്കെ നിന്ന് കത്തും ഗൈസ്. അതുകൊണ്ട് എനിക്കിത് മൊത്തം സ്ലാബ് പണിയണമെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും ഒരു ടൈം ലാപ്സ് നിങ്ങൾ കണ്ടിട്ട് പോവുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഈ ബേസിൻ്റെ സൈഡിലൊക്കെ ഒന്ന് സ്ലാബ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതൊന്ന് മാറി കിട്ടാനാണ്. എന്തായാലും ഈ ഡേർട്ട് പൊട്ടിച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക, നമ്മൾ ഈ പൊട്ടിക്കുന്ന സ്ഥലത്ത് തന്നെ കയറി വരുമ്പോൾ തന്നെ ഒരു ഡേർട്ട് ഒരു മെനയില്ല.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തൽക്കാലം ഒരു ബ്ലോക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും പൊട്ടിച്ച് തുടങ്ങാം. ഓക്കെ, ഈ പൊട്ടിക്കലാണ് മെയിൻ. ഇത് കുറേ ഫേസ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഇപ്പം ഞാൻ പൊട്ടിക്കുന്നത് മിക്കവാറും പ്ലെയിൻസ് അല്ലെങ്കിൽ ഓക്ക് ബയോമ അത് വല്ലതും ആയിരിക്കും. ഓക്ക് ബയോമിൽ അങ്ങനെ ബ്രിച്ച് വരുന്നത്. അപ്പോൾ ഇത് പ്ലെയിൻസ് ആണ് കേട്ടോ, പ്ലെയിൻസ് ആണ് പൊട്ടിക്കുന്നത്. ഇത് കഴിഞ്ഞ് കേവ് വരണം. കേവ് വന്നാലേ നമ്മൾ ടൂൾസൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഇപ്പം നമുക്ക് ടൂൾസിൻ്റെ ഒരു ആവശ്യമില്ല. കേവ് വരട്ടെ, കേവ് വന്നിട്ട് നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം. ഓക്കെ, കേവ് വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് സ്റ്റോൺ ടൂൾസ് അങ്ങ് ഉണ്ടാക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്താലോ എന്ന് വിചാരിച്ച് നിന്ന സമയത്താണ് ഇവിടെ ഇവന്മാരുടെ എണ്ണം കൂടി വരുന്നത്. ഓൾറെഡി ഒരു ഷീപ്പ് അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഒരെണ്ണം കൂടി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന ഷീപ്പിനെയൊക്കെ തട്ടിക്കളയാം. നമ്മുടെ കയ്യിൽ ഒരു സാപ്ലിങ് എവിടുന്നോ കയറിയിട്ടുണ്ട്. അതും കൂടി നമുക്ക് നട്ട് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത് അത് മുറിച്ച് കളയാം ഗൈസ്. നമുക്കിത് മുറിക്കണം. ഫസ്റ്റ് മരമല്ലേ, ഇത് മുറിക്കണ്ട ഗൈസ്. ഇതിവിടെ കിടക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ അങ്ങ് മുറിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും പരിപാടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ദിവസത്തെ ശരിക്കും പറഞ്ഞുള്ള പ്രോഗ്രസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോഗ്രസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ഓക്കിൻ്റെ ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. സ്ലാബ് വെച്ചിട്ട് നമ്മൾ എല്ലാ സൈഡും എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് സ്ലാബ് തീരുന്നവരെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ടൈം ലാപ്സ് നിങ്ങൾ കണ്ടിട്ട് വാ. ഓക്കെ, അപ്പോൾ ടൈം ലാപ്സിൻ്റെ സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവിടെ ഞാൻ കുറേ കിടിലം ബിൽഡ് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ബിൽഡിൻ്റെ ഐഡിയാസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കി വേറെ ബിൽഡ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് എന്താ പറയുക, ചിലപ്പോൾ ചെയ്തേക്കാം. കാരണം എനിക്ക് എന്തായാലും എനിക്ക് കുറച്ച് റിയൽ ലൈഫിലുള്ള കുറച്ച് ടൈപ്പ് ബിൽഡ് ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്നാലോ എന്ന് ചെറിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് റിസോഴ്സസ് കിട്ടുവാണെങ്കിൽ അത് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഈ ഷെയ്ഡറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുള്ള ഷെയ്ഡറാണ്. അപ്പോൾ ഈ മറ്റേ ബിൽഡൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ ഒരു രസം ഉണ്ടാവും. ടോർച്ചിനൊക്കെ ഒരു ഡൈനാമിക് ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, ടോർച്ച് കിട്ടുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ദിവസത്തെ പ്രോഗ്രസ്. ഇത്രയാണ്. ഇവിടെ ചെറിയൊരു തുളയുണ്ട്, ഇതും കൂടി അങ്ങ് മൂടിയേക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം മോബിനെയും കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, ഹങ്കർ ബാർ എൻ്റെ കുറയുന്നില്ല. എനിക്കൊന്ന് ഈ മാപ്പിൽ ഹങ്കർ ബാർ ഈ സ്റ്റാർട്ടർ പ്രോഗ്രഷന് ലോക്കാന്ന് തോന്നുന്നു. കുറച്ചുകൂടി കഴിയുമ്പോഴായിരിക്കും ഹങ്കർ ബാർ കുറയുന്നത്. അപ്പോഴായിരിക്കും ഗെയിം പാടാവുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ കുറേ മോബ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എനിവേ ഇത്രയും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം ഒരു കിടിലം ബിൽഡ് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു സ്റ്റാർട്ടർ ബേസ് പോലെ നമുക്ക് ചെയ്താലോ, അല്ലെങ്കിൽ ലെവൽ കയറിയിട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ടിപ്സ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. കാരണം ഏതൊക്കെ ബിൽഡ് ചെയ്യണമെന്ന് എനിക്ക് കുറേ കൺഫ്യൂഷൻ ഉണ്ട്. കുറേ ബിൽഡ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, കുറേ എണ്ണം പിന്നെ അത് നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ റിസോഴ്സ് അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ 12 ലെവൽ ഉണ്ടെന്നാണ് ഇത് അവൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ആകാശമൊക്കെ എന്താ രസമാണ് നോക്കി ഷെയ്ഡറിൻ്റെ. ഓക്കെ, അപ്പോൾ എനിവേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാണ്. സിയ ഗൈസ്, ടാറ്റ, ബൈ ബൈ, വൈൻഡിങ് അപ്പ്.